കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച ബേക്കൽ ഡിവിഷനിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാൻ LDF. ഇടതുപക്ഷത്തെ ജനങ്ങൾ നെഞ്ചേറ്റുമെന്ന LDF സ്ഥാനാർത്ഥി TV രാധിക പറഞ്ഞു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ പുതുതായി രൂപീകരിച്ച ഡിവിഷനാണ് ബേക്കൽ. പുതുതായി രൂപീകരിച്ച ഈ ഡിവിഷൻ പിടിക്കുന്നതിന് വേണ്ടി LDF നിയോഗിച്ചിരിക്കുന്നത് TV രാധികയാണ്. മഹിളാ അസോസിയേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാവാണ്. അതോടൊപ്പം തന്നെ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ കൂടിയാണ്. പ്രചരണം വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് കാര്യം? നല്ല രീതിയിൽ ഏകദേശം ആൾക്കാരെ കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് ജനങ്ങൾ എനിക്ക് തരുന്നത്. കാരണം ഞാനൊരു നാടിനെ പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഞാൻ അവിടുത്തെ സ്വന്തം ആളാണ്, സ്വന്തം നാട്ടുകാരിയാണ്. അതേപോലെ തന്നെ ഉദുമ പഞ്ചായത്ത് എന്ന് പറയുന്നത് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള വാർഡാണ്. അതുകൊണ്ട് ഏകദേശം നാട്ടുകാരെ എനിക്ക് സ്വന്തം നേരിട്ട് അറിയാവുന്നതാണ്. കൃത്യമായി അവർക്ക് അവരുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും. ഈ വരുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും അവരോടൊപ്പം അവരിൽ ഒരാളായി ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത് ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കാണ്. കൂടുതൽ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്? കാരണം ശരിയാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കിയാണ് വോട്ട് കൊടുക്കുന്നത്. പക്ഷേ അതുപോലെയല്ല, ജില്ലാ പഞ്ചായത്തിലേക്കാകുമ്പോൾ അവിടെ രാഷ്ട്രീയം ഉണ്ട്. രാഷ്ട്രീയം നോക്കിയാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നുമല്ല. കാരണം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട കൃത്യമായ വികസനങ്ങൾ ഈ കേരള സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി ജയിക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ എന്തൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, അവർക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ ഞാൻ അവർക്കൊപ്പം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് മെമ്പറാണ്. പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ നിന്ന് പ്രമോഷനാണ്. അതെ തീർച്ചയായും പള്ളിക്കര അതെ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ കൃത്യമായ എൻ്റെ വാർഡിനകത്ത് 20-ാം വാർഡായിരുന്നു എൻ്റെ വാർഡ്. പക്ഷെ ആടെ രണ്ട് ഭാഗം, കോൺഗ്രസ് ആയാലും CPM ആയാലും രണ്ട് പാർട്ടികളുടെ ഒരു വാർഡായിരുന്നു. പക്ഷേ ഞാൻ ഈ 5 വർഷക്കാലം നമ്മളെല്ലാവരും ഒന്നായി. ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിലും പക്ഷെ അവർ നമ്മുടെ CPM-ന്റെ ഏറ്റവും അടുത്ത ആളായി മാറ്റാൻ എനിക്ക് ഈ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിന്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു സ്വീകരണം? എങ്ങനെയുണ്ട്? നല്ല സ്വീകരണം, നല്ലൊരു ആവേശമാണ് എനിക്ക്. ഓരോ സ്ഥലത്ത് പോയാലും നല്ല ആവേശം എനിക്കുണ്ട്. കാരണം ഞാൻ NREG വർക്കേഴ്സ് യൂണിയൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ കൃത്യമായി തൊഴിലാളികളുടെ പ്രയാസങ്ങളും അവരുടെ കൂടെ എനിക്ക് 5 വർഷം നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പോകുന്ന സ്ഥലത്തൊക്കെ നല്ലൊരു ആവേശം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ചുറ്റും ഈ ആളുകൾ കൂടി നിൽക്കുന്നതന്നെ കാണാം. നമ്മ എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥി ജയിക്കും? ഞാൻ പള്ളിക്കര പഞ്ചായത്തിലാണ്. ഞാൻ പള്ളിക്കര പഞ്ചായത്ത്. അപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് വളരെ പ്രായമായവർ മുതൽ ഏറ്റവും ആദ്യമായി വോട്ട് ചെയ്യുന്ന കന്നി വോട്ടർമാർ വരെ TV രാധികയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലേക്കും എത്തുകയാണ്. ബേക്കൽ ഡിവിഷനിലെ കന്നി അംഗത്തിൽ ചരിത്ര വിജയം നേടുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.